ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോവാം. ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേയാണ് നടക്കുന്ന മത്സരം. അതിലിപ്പോൾ നോർവേ 1 ഗോളിന് മുന്നിലാണ്. എന്താണ് മത്സരത്തിന്റെ ഗതി എന്ന് നമുക്കൊന്ന് ചോദിക്കാം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും അക്ഷയ് മോഹൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. അക്ഷയ്, അപ്പോൾ ഈ മത്സരത്തിനൊരു പ്രത്യേകത, ബ്രസീലുമായി ഏറ്റുമുട്ടുന്നത് ആര് എന്ന് നിശ്ചയിക്കാനുള്ള മത്സരമാണ്. ഐവറി കോസ്റ്റും നോർവേയും മത്സരിക്കുന്നു. 1 ഗോളിന് ഇപ്പോൾ നോർവേ മുന്നിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എത്ര മിനിറ്റാവുന്നു കളി? എന്താണ് വിവരങ്ങൾ? പ്രജിൻ, കളി ആദ്യ പകുതി അവസാനിക്കാറായി നിൽക്കുന്നു. അതിന് തൊട്ട് മുമ്പാണ് 39-ാം മിനിറ്റിൽ അന്റോണി ന്യൂസയിലൂടെ നോർവേ 1 ഗോൾ ഐവറി കോസ്റ്റ് വലയിലെത്തിച്ചത്. ക്യാപ്റ്റൻ ഒഡേഗാർഡിന്റെ പാസിൽ നിന്ന് മനോഹരമായ ഒരു ഫിനിഷിലൂടെ ന്യൂസ അത് വലയിലെത്തിക്കുകയായിരുന്നു. നിലവിൽ 1 ഗോൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നോർവേ ഫുട്ബോൾ ലോകകപ്പിലേക്ക് തിരികെ എത്തിയത്. അതിൽ അവർ ഗ്രൂപ്പിലെ 2 മത്സരങ്ങളും ജയിച്ച് തന്നെയാണ് നോക്കൌട്ടിലെത്തിയത്. നോക്കൌട്ടിൽ നിലവിൽ ഇപ്പോൾ ആദ്യ പകുതിയിൽ ഒരു എഡ്ജ് കൃത്യമായി തന്നെ എർലിംഗ് ഹാലൻഡും സംഘവും സ്വന്തമാക്കി കഴിഞ്ഞു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഹാലൻഡിന്റെ പ്രതീക്ഷിച്ച രീതിയിൽ ഫോം കണ്ടെത്താൻ നിലവിൽ ഈ സമയം വരെയും സാധിച്ചില്ല. ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും അടിക്കാൻ സൂപ്പർ താരത്തിന് ആയിട്ടില്ല. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി 39-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെ സുന്ദരമായ ഒരു പാസിൽ നിന്ന് ന്യൂസ് 1 ഗോൾ അടിക്കുകയും ടീമിനെ മുന്നിലെത്തിക്കുകയും ചെയ്ത്. ഇനി ഒരു പകുതി കൂടി ബാക്കിയുണ്ട്. മത്സരം ഇനി ആവേശകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എർലിംഗ് ഹാലൻഡിനെ ചുറ്റിപ്പറ്റിയാണ് നേരത്തെയൊക്കെ പ്ലാനൊക്കെ പരിശീലകർ തയ്യാറാക്കിയതെങ്കിലും ഹാലൻഡ് നിറം മങ്ങുന്ന കാഴ്ചയാണ് ആദ്യ പകുതിയിൽ കണ്ടത്. പക്ഷേ കൃത്യമായി തന്നെ ടീം ഗെയിം, ഫുട്ബോൾ ഒരു ടീം ഗെയിമാണെന്ന് നോർവേ ഒരിക്കൽ കൂടി തെളിയിച്ച് കൃത്യമായി തന്നെ അവർ 1 ഗോൾ അടിച്ച് മത്സരത്തിൽ ഒരു ആദ്യമൊരു എഡ്ജ് അവർ ആദ്യമായി തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. 2ാം പകുതിയിൽ ഇനി ഗോൾ മടക്കാനായിരിക്കും ഐവറി കോസ്റ്റിന് ശ്രമം. ഐവറി കോസ്റ്റിന് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ ആദ്യമായിട്ടാണ് ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിൽ എത്തുന്നത്. 2014 ശേഷം 2 ലോകകപ്പിൽ അവർക്ക് യോഗ്യത ലഭിച്ചു. അതിനുശേഷം 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ അവർ പന്ത് തട്ടാനെത്തുന്നതും അവർ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുന്നതും. ഈ ജയിക്കുന്ന ടീം ബ്രസീലുമായിട്ടാണ് പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടേണ്ടത്. ഇന്നലെ ജപ്പാനെ തോപ്പിച്ച് പ്രീ ക്വാർട്ടർ ബർത്ത് ബ്രസീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ മത്സരത്തിൽ ആര് ജയിച്ചാലും അവരുടെ എതിരാളികൾ ബ്രസീലായിരിക്കും. ഇനി 2ാം പകുതിയിൽ ആവേശകരമായ ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.